ന്യൂജേഴ്സിയിലെ മലയാളി കൂട്ടായ്മയ്ക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയാൻ തള്ളവൻ്റെ മുട നോക്കണം, അതൊന്നും പറയണ്ട. എന്നാ സുഖങ്ങളൊക്കെ തന്നെ, ചായലും വെള്ളങ്ങളൊക്കെ കുടിച്ചിട്ട് തന്നെ വന്നിരിക്കണം. എനിക്ക് വയ്യ തള്ള, ഇത് മിക്കവാറും ഒരു വര കൂടി വരേണ്ടി വരും. എന്തരത്? പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതാണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇനിയും നമുക്ക് ഒരു 7 പ്രോഗ്രാം കൂടി ചെയ്യാനുണ്ട്. ദയവ് ചെയ്ത് ഇത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കൊണ്ടിട്ട് തുലയ്ക്കരുത്. അതിനുശേഷം നിങ്ങൾ തുലച്ചോ ഇവിടുന്ന് വിടുമ്പോൾ. ഓക്കെ, ഫ്ലൈറ്റ് കയറിയതിന് ശേഷം നിങ്ങളിതെല്ലാം അതിലേക്ക് അപ്ലോഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ 100% വിജയം എന്ന് പറയുന്നത് 50% കലാകാരന്മാരുടെയും കലാകാരികളുടെയും പെർഫോമൻസാണ്, ബാക്കി 50% നിങ്ങളുടെ പ്രോത്സാഹനമാണ്. അതായത് 2 കൈകൾ തമ്മിൽ സ്നേഹിക്കുമുണ്ടാകുന്ന ശബ്ദം അടുത്തിരിക്കുന്നവൻ്റെ നെഞ്ചത്തല്ല, എവിടെ? അല്ല, എല്ലാവർക്കും അടിക്കാം. അങ്ങനെ ഇന്ന ആൾക്ക് മാത്രം വേർതിരിവില്ല. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും അടിക്കാം. ഇവിടെ കുറേ പേര് മാത്രം. എവിടെ ആ കയ്യടിച്ചെന്ന് വെച്ച് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ ആ കയ്യടിയാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമും കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് കിട്ടുന്ന ഊർജ്ജമാണ് നിങ്ങളുടെ ആ കയ്യടി. അത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ, ഇനി ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കില്ല, അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കൂടുതൽ മെച്ചപ്പെടും. ഇത് ഞങ്ങൾ എന്നുള്ളൊരു വ്യത്യാസമല്ല, ഇത് നമ്മുടെ ഒരു കുടുംബ പ്രോഗ്രാമായിട്ട് കരുതിയാൽ മതി. ഞങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, ഇവിടെ വന്ന് വിളയാടുകയാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവാം, ഉണ്ടെങ്കിൽ അത് അവസാനം പറഞ്ഞിട്ടേ പോകാവൂ. പ്രോഗ്രാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ 2 കൈ നീട്ടി ആ ശബ്ദം നമുക്ക് എല്ലാവർക്കും കേൾക്കണം, ഇതിൽ ഓരോ കലാകാരന്മാർക്കും. താങ്ക് യു. ഇത് ഞങ്ങളുടെ പ്രോഗ്രാം എന്നല്ല, ഇനി ഏത് പ്രോഗ്രാം വന്നാലും അങ്ങനെ തന്നെ ചെയ്യണം. അതായിരിക്കണം അമേരിക്കൻ മലയാളികൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഇതിപ്പോൾ ഓണമായാലും വിഷു ആയാലും ഇല്ലെങ്കിൽ ക്രിസ്മസ് ആയാലും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കേരളത്തിലെ മലയാളികളല്ല, മറുനാടൻ മലയാളികളാണ്. അത് പ്രത്യേകിച്ച് അമേരിക്കയിലെ മലയാളികളാണ്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. സാധാരണ കേരളത്തിലൊക്കെ ഉത്സവം നടക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും ആൾക്കാരെ ഒന്നും കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 11 മണി വരെ പുരുഷന്മാരെയൊന്നും കേരളത്തിലുള്ള സ്ത്രീകൾക്ക് ഇഷ്ടമല്ല. സത്യം. 11 മണിക്ക് ശേഷം എല്ലാവരും വേണം. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം വേറൊന്നുമല്ല, ഈ 5 മണി മുതൽ രാത്രി 11 മണി വരെ സീരിയലിനെ ഇങ്ങനെ പ്രണയിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ. അതിലെ ഓരോ കഥാപാത്രങ്ങളും പിന്നെ അങ്ങ് പ്രണയിക്കുകയാണ്. വരുന്ന കഥാപാത്രങ്ങളെല്ലാം അവരുടെ ആളായിട്ട് തന്നെ തോന്നും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സീരിയലിനെ കുറ്റം പറയുന്നതല്ല, ഞാനും സീരിയലിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന സീരിയലെല്ലാം അവിഹിത ബന്ധങ്ങളുടെ കഥയാണ്. ഒരു സ്ത്രീ ഉടുത്തൊരുങ്ങിയിട്ട് വന്ന് പറയും, കഴിഞ്ഞ 10 വർഷമായി ഞാൻ ഒരാളെ സ്നേഹിച്ചു, വേറൊരാളെ വിവാഹം കഴിച്ചു, മറ്റൊരുത്തിൻ്റെ കുഞ്ഞിനെയും പ്രസവിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു, ഞാൻ ചെയ്തത് തെറ്റാണോ? സീരിയലിൻ്റെ പേരോ പതിവ്രത. പെറ്റ തള്ള സൈക്കിൾ. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സീരിയലിന് അഡിക്റ്റായ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് ബാധിച്ചിരിക്കുകയാണ് നമ്മുടെ റിയാലിറ്റി ഷോയും കുറ്റം പറയുന്നതല്ല, നല്ല റിയാലിറ്റി ഷോ ഇപ്പോൾ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് വോഡാഫോൺ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിൽ. അതുകൊണ്ട് തന്നെ വോഡാഫോൺ കോമഡി സ്റ്റാർസിലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, ഞാൻ തന്നെ മിമിക്രി പഠിപ്പിച്ചു കൊടുത്ത് അവനെ നേരെ അതിലോട്ട് കയറ്റി വിട്ടു. ഇപ്പോൾ ആൾ നമ്പർ 1 ആയിട്ട് വന്നിരിക്കുകയാണ് VIP ടീമിലുള്ള. അപ്പോൾ ആ സുഹൃത്ത് എന്നോടൊപ്പം പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെയും എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെറുതെ അല്ല, എങ്ങനെയാണ് അദ്ദേഹത്തിനുള്ള ഊർജ്ജം നിങ്ങളുടെ കയ്യിലാണ്. മിസ്റ്റർ കിഷോർ. നീ എവിടെയാ കയറി പിടിച്ചത്? നീ എവിടെ? വാക്കല്ലാത്ത സ്ഥലത്തൊന്നും കയറി പിടിക്കല്ലേ കിഷോറെ, കയറി നിൽക്ക്. അപ്പോൾ കിഷോർ വളരെ നല്ല, കുറച്ചുകൂടി ബാക്കിൽ വെച്ചോ, നല്ല പയ്യനാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതുപോലെ അനുസരണാശീലവും ലേശം മോണിറ്ററും കൂടെ. അനുസരണാശീലവും പിന്നെ നല്ല സ്വഭാവവുമാണ്. നിന്നെക്കുറിച്ചില്ലാത്തതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
നീ മാക്സിമം ഒരു അധ്യാപകൻ എന്ന രീതിയിൽ അതേ ബഹുമാനത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പഠിച്ചു. മാഷ് പഠിപ്പിച്ച മാതിരിയൊക്കെ പഠിച്ചു. ഇത് ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് വേണം. ഈ രണ്ട് കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടൊക്കെയാണ് നിൽക്കുന്നത്. കൈ ആത്തിറ. പിന്നെ നീ എന്താണ് ഉടനെ എടുത്ത് പോക്കറ്റിനകത്ത് കുത്തിക്കയറ്റിയല്ലേ? കൈയെടുത്ത് വിളിയിടറ. നീ എന്തുദ്ദേശത്തോടു കൂടിയാണ് അതിനകത്ത് കൈയിടുന്നതെന്ന് എനിക്കറിയാം. അതൊന്നും വേണ്ട, നിനക്കറിയില്ല. ഇത് സ്ഥലം ഏതാണ് അറിയാലോ? അറിയില്ലത് ന്യൂജേഴ്സിയാണ്. സ്നേഹിച്ചു കഴിഞ്ഞാൽ നക്കി കൊല്ലും. തിരിച്ചെന്തെങ്കിലും ആണെങ്കിൽ നെഞ്ച് കയറി ഇരുന്ന് പൊങ്കാലയിടും. കണ്ട എല്ലാ ടീമുകളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് എന്താടാ നെഞ്ചുവേദന എടുക്കുന്നു? നെഞ്ചുവേദന ഉണ്ടാ? നീ ക്ലിയർ ആയിട്ട് പറയാനുള്ള എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്. എന്ന് പറയരുത്. അതിപ്പോൾ അവസാനം തെറ്റ് എൻ്റെ മണ്ടയിൽ വരട്ടെ എന്നുള്ള രീതിയിൽ അത് വേണ്ട. നീ ഇപ്പം ആദ്യം ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു? വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതിനുള്ള ഊർജ്ജം അവർ തരും. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലായിരുന്നു കൽപ്പനയുടെ ശബ്ദം? കൽപ്പനയുടെ മലയാള മിമിക്രി വേദിയിൽ വളരെ വിരളമായിട്ട് മാത്രമേ കൽപ്പനയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതാ കിഷോർ അസാധ്യമായിട്ട് ചെയ്യും. കൽപ്പനയുടെ എന്താടാ വയ്യേടാ നിനക്ക്? കൽപ്പനയുടെ ശബ്ദം ക്ലിയർ ആവണം. ന്യൂജേഴ്സിയാണ്. എന്ന വലിയമാട സ്വാമി ഇരിയാനോട് മലയാളത്തിലൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഇരിയാന്റെ കൂടെ ജീവിച്ച് എനിക്ക് വയ്യ. ദോൽ അവിടെ ഒരുത്തരും തന്നെ കണ്ണടിച്ച് കാണിക്കുന്നു. എനിക്ക് വയ്യ. കുഞ്ഞെ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിനക്കും ഇല്ലടാ അമ്മയും പെങ്ങന്മാരും. എനിക്ക് വയ്യ. അതിഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കിഷോറെ. ഇനി ഏതാ ചെയ്യാൻ പോകുന്നത്? ഇനി എനിക്ക് ലാൽ ജോസിനെ പഠിക്കണം. ഒരുപാട് പേരെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇപ്പൊ ലാൽ ജോസ് സാറിന്റെ ശബ്ദം ഇവിടെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഡയറക്റ്റ് ലാൽ ജോസ്. പിന്നെ എല്ലാവരും ഇന്റർവ്യൂ കാണുന്നല്ലേ? ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും അറിയാം. ശരി, ഡയറക്ടർ ലാൽ ജോസ് സാറിന്റെ ശബ്ദം നോക്കണ്ട. എന്നെ കൊണ്ട് എടുപ്പിച്ചേ നീ അടങ്ങൂ. പ്രിയപ്പെട്ടവരെ, മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങൾക്ക് ഞാൻ ജന്മം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എൻ്റെ ഒരുപാട് താരങ്ങൾ നമ്മുടെ ഈ താരോത്സവം എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ രണ്ട് കൈ നീട്ടിയുള്ള ആ സ്നേഹപ്രകടനം അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ പ്രോഗ്രാം ഗംഭീരമാക്കും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. താങ്ക് യു. അടുത്ത എനിക്ക് VS അച്യുതാനന്ദനെ പഠിക്കണം. VS അച്യുതാനന്ദൻ മറ്റേ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയ സംഭവമില്ലേ? എടാ വെറുതെ ഇരിക്കടാ. കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീമൊക്കെ കുറെ കാലമായില്ലേ? ഇനി അതിനെയൊക്കെ എടുത്ത് അത് വേണം. ശരി, അപ്പോൾ ഈ അടുത്ത സമയത്ത് പുള്ളി കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ പോയ ആ സംഭവം ഞാൻ ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യാം. പക്ഷേ ആദ്യം നമ്മൾ VSനെ പഠിക്കാൻ വളരെ ഈസിയാണ്. പട്ടച്ചാരം കടിച്ചിട്ടുണ്ടോ? കിട്ടിയ ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ടോ? ഒറ്റയ്ക്ക് കിട്ടിയ അടുത്ത് പോകുന്നത് നമുക്കറിയില്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ പട്ടച്ചാരത്തിൻ്റെ മൂടി ഒന്ന് ജസ്റ്റ് എടുക്കുക, ഒന്ന് സ്മെല്ല് ചെയ്യുക. സ്മെല്ല് ചെയ്യുമ്പോഴത്തേനും പുള്ളിയുടെ ആ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ശ്രദ്ധിക്കൂ. കറക്റ്റ് VS ആയിട്ട് മാറും. സ്മെല്ല് ചെയ്തപ്പോൾ ഇതാണ് ഗതിയെങ്കിൽ ഒരല്പം ഉള്ളിലേക്ക് സേവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? പോകുന്ന റൂട്ടുകളെല്ലാം ക്ലിയർ ആവും. പുള്ളിയുടെ ബോഡിയിൽ വരുന്ന രൂപവ്യത്യാസം കറക്റ്റ് അച്യുതാനന്ദനായിട്ട് മാറും. കേരളത്തിൻ്റെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് ഞാൻ മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടിയുടെ വീട് വരെ ഒന്നുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സംസാരിച്ചു. ഉടനെ തന്നെ ഞാൻ മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, വീട്ടിൽ സ്വർണം വച്ചിട്ടെന്തിനീ നാട്ടിൽ തേടി നടപ്പൂ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ലൽ സലാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ നവ്യാനായരുടെ ശബ്ദം അതിഗംഭീരമായിട്ട് കിഷോർ ചെയ്യും. ഒന്ന് ചെയ്തേ. അല്ല, അത് പഠിച്ചില്ലെന്ന് പറഞ്ഞത്. പഠിച്ചില്ലേ? അത് ഞാൻ വീട്ടിൽ നോക്കി അങ്ങോട്ട് പറഞ്ഞു നോക്കിയിട്ട് റെഡി ആവുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും പഠിക്കാം നവ്യാനായരുടെ ശബ്ദം. നീ മറ്റേ പെണ്ണാടിന്റെ ശബ്ദം ഒന്ന് എടുത്തേ. പെണ്ണാടിന്റെ ശബ്ദം എടുത്തേ. ഞാനാടിന്റെ അടുത്ത് ഇപ്പൊ നവ്യാനായരാവും. അതെന്തോടെ ഒരു വൃത്തികെട്ട ശബ്ദം ഇടയ്ക്ക്? ആണാട്ടിന് പെണ്ണാട്ടിനെ കണ്ടപ്പോ ഇത്
ഡേ ആ ഒരു ഇത് ഇവിടെ വേണ്ട. ഞാൻ പറഞ്ഞു ന്യൂജേഴ്സിയാണ് കേട്ടാ. ഇത് പുതിയ ജേഴ്സിയാ. നിന്നെ എടുത്ത് അങ്ങ് ഉടുക്കും. ഇങ്ങോട്ട് കയറി നിൽക്ക്. ന്യൂജേഴ്സിയിലെ മറ്റേത് വേണ്ട. ആണുമല്ല പെണ്ണുമല്ല. അതിന്റെ ഇടയ്ക്കുള്ള ഒരാടിന്റെ ശബ്ദം എടുത്തേ. പെണ്ണാടുമല്ല ആണാടുമല്ല. ആണാട്ടിന്റെ പെണ്ണാട്ടിന്റെ മറ്റേത് വേണ്ട. അയ്യോ വീണ്ടും തുടങ്ങിയവൻ മറ്റേത് ഇതാ. എറ അങ്ങോട്ട്. പെണ്ണാടുമല്ല. ഇടയ്ക്ക് ഇടയ്ക്ക് അവിടെ പിടിച്ചോ. ഇപ്പൊ നവ്യ നായരുടെ ശബ്ദം നമുക്ക് കേൾക്കാം. ദാ ഇവിടെ ഇത്രയും തോലിങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കാ. ചാടി പിടിക്ക്. ആ അതേ ശബ്ദത്തിൽ ഒന്നുകൂടെ. ഓ തരത്തില്ല. ആ കുറച്ച് സെന്റി വാരി വിതറ്. അമ്മേ നെഞ്ചത്തടി. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണി ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്ന ആ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കാം. നവ്യ നായർ എവിടെ? എടുത്ത് വെളിയിലോട്ടിട്. മൂന്നാമത്തെ കട്ടയ്ക്ക് പിടി. അത് തന്നെ അമ്മേ. എടുത്ത് വെളിയിലിട്. ഒരു പാഴ്മുഖം എൻ്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണിച്ചത്? ഈ കണ്ണീര് കാണാനോ ആണോ? എന്നും കെടാണ്ട് ഈ തിരി തെളിയിച്ചതിന് തന്നതാ. ഇനി ഞാൻ ഈ തിരി തെളിയിക്കില്ല. എന്നെ ഇരുട്ടിലാക്കിയിട്ട് വെളിച്ചത്ത് നിന്ന് ചിരിക്കണ്ട. നിക്ക് കാണണ്ട ഈ മുഖം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഗംഭീരമായിട്ട് കിഷോർ ചെയ്തു. ഇനി അതാ ചെയ്യാൻ പോകുന്നത്. ഇനി എനിക്ക് മമ്മൂട്ടിയെ പഠിക്കണം. മമ്മൂക്കായപ്പോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്നപ്പോ മമ്മൂട്ടിയുടെ മറ്റേ ഇംഗ്ലീഷ് ഡയലോഗ് മമ്മൂക്കായുടെ ശബ്ദം ആദ്യം ഞാൻ പഠിപ്പിച്ചു തരാം. അതറിയാലോ, സാധാരണ ഡയലോഗ് തന്നെയാണ്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊന്മണം കൊടുത്തവൻ ചന്തു. മാറ്റം തിരികെ ചോദിച്ചപ്പോ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. താങ്ക് യു. മമ്മൂക്ക ഞാനൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ പുള്ളിയുടെ പുതിയ സിനിമ കണ്ടപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് തന്നെ പറഞ്ഞു, ഇക്ക പറയുന്ന ഇംഗ്ലീഷ് പെറ്റ തള്ള സഹിക്കില്ല, അത്രയ്ക്ക് ഗംഭീര എന്നും കൂടെ പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരുപാടങ്ങ് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും മമ്മൂക്കയൊക്കെ മറ്റേ ഇടത്തെ കുത്ത് വലത്തെ കുത്തൊക്കെ മുമ്പ് ഞാൻ പഠിപ്പിച്ചതാണ്. അതെല്ലാം ഈ പ്രോഗ്രാമൊക്കെ ടി വിയിൽ വന്ന് കണ്ട് പുള്ളി അപ്പോൾ ഇടത്തെ കുത്തി ഇത് കൈയെടുത്തൊന്നും ഇപ്പോൾ കാണിക്കില്ല. ഇപ്പോൾ പുള്ളി ഇതാ കാലുകൊണ്ടായി കാണിപ്പ്. അപ്പോൾ പുള്ളി ഇംഗ്ലീഷ് പറയുമ്പോൾ ഈ സ്റ്റീൽ പാത്രം എടുത്ത് തറയിലിട്ട് കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലായിരിക്കും പോകുന്നത്, ആ രീതിയിലായിരിക്കും ഇംഗ്ലീഷ്. അവസാനം പറയുന്ന ഡയലോഗ് എനിക്ക് മനസ്സിലാവും. അത്രയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ്. അതെനിക്കറിയാം. അതെന്താടാ നീ ആക്കിയത്? അല്ല അറിയാന്ന് പറഞ്ഞു. എന്താടാ 7ാം ക്ലാസ്സൊക്കെ അത്ര മോശം പഠിത്തമാണോ? അതുകൊണ്ടാ പറഞ്ഞ അറിയാന്ന്. ആ ഇതാ ഇംഗ്ലീഷ് മമ്മൂക്കട. അതാവണമടാ പോലീസ്. അവസാനം പറഞ്ഞ എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ മിക്കാരുടെ ചോദിക്കുന്നത് ഏത് ആക്സാൻറ്റാ, പുള്ളിക്ക് പോലും പിടുത്തമായിട്ടില്ല. ഇനി അതാ ഇനി മോഹൻലാൽ. ആ ലാലേട്ടനെ ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പിന്നെ ഈ ഇടത്തെ തുള്ളിച്ചെരി എന്നൊക്കെ പറയുമ്പം ലാലേട്ടൻ പറയും, മോനെ കുറേ കാലമായില്ലേ അതെല്ലാം നീ വിട്ടിട്ട് ഇനി നമ്മളെ ഇങ്ങനെ കളിയാക്കരുത്, മനസ്സിലായല്ലോ അയ്യോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ലാലേട്ടൻ ഇടത്തെ തോള് ഫുള്ളങ്ങ് മാറ്റി. ഇപ്പോൾ വലത്തെ തോള ഇറങ്ങുന്ന എല്ലാ സിനിമയും വലത്തെ തോള മോനെ. ഇനി പുള്ളിയുടെ ആ പഴയ ഒരു ശബ്ദം ഞാനിവിടെ ഇമിറ്റേറ്റ് ചെയ്യാണ്. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഖോളിയാർ ഗർജിച്ചു. മിയാറ്റൻസിന്റെ ഖോളിയാർ, ഖരാനകളുടെ ഖോളിയാർ. ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപദന്റെ വിറയാറുന്ന വേദന കേൾക്കാൻ, ചെവിക്കോർക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ. സപനൂങ്കി സിന്ദഹി കഭി നഹി ഖതം ഹോ ജാതി ഹൈ. താങ്ക് യു. ഇനി കൊച്ചുപ്രേമനെ പഠിക്കണം. കൊച്ചുപ്രേമനെ വളരെ ഈസിയാണ്. താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ മതി. ഇപ്പോൾ ലൊക്കേഷനിലൊക്കെ വെച്ച് ചേട്ടാ നല്ല ബിരിയാണി ഉണ്ട് പോവാം, താല്പര്യമില്ല. നിങ്ങളുടെയൊക്കെ 10 ലക്ഷം ലോട്ടറി അടിച്ചെന്ന് കേട്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് കൊച്ചുപ്രേമനാവും. പക്ഷേ ആ പട്ടിയെ വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ. പട്ടിയുണ്ട് സൂക്ഷിക്കുക, എൻ്റെ മൂട് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ട് പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്
അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ ഇനി ബിന്ദു പണിക്കരെ പഠിക്കണം. ദാ പിടിച്ച ബിന്ദു പണിക്കർ. എടാ സുഖ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹം ഇല്ലല്ലോ? ഇത്രയും വലിച്ച് പൊളക്കണ്ട, ഇത്ര മതി. സാറാണ് കൂടെ നിൽക്കുന്നത്. നിനക്ക് എന്തെങ്കിലും വെറൈറ്റി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും. മാഷ് പഠിപ്പിക്കുന്ന മാത്രമല്ലല്ലേ, ഞാൻ വീട്ടിൽ ഇരുന്ന് ഒരുപാട് വെറൈറ്റി കണ്ടുപിടിച്ചറിയാവോ? അത് വേണം. അധ്യാപകൻ പഠിപ്പിക്കുന്ന മാത്രമല്ല, വിദ്യാർത്ഥികൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റി അത് വേണം. ഇതിപ്പോ എന്താ നീ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചത്? ദൂരത്തുനിന്ന് ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സംഭവം. കൊള്ളാം, നല്ല വെറൈറ്റി ആണ്. ഒന്ന് ചെയ്തേ. ദൂരത്തുനിന്ന് പിന്നെ വളരെ ഗംഭീരമായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ കേരളത്തിൽ പല ആൾക്കാരും ചെയ്യുന്നതാണ്. എനിക്ക് വേണ്ടത് ഇതിൽ വെറൈറ്റി. ആ വെറൈറ്റി ചെയ്യും. വെറൈറ്റി അല്ല ഇനി വരുന്നത്. അത് പറ. സംഭവം കൊണ്ട് പോകാൻ സമ്മതിച്ചില്ലല്ലോ നിങ്ങള്. എന്തോ ഇനി ആ വെറൈറ്റി കേട്ടുകളയും. അയ്യോ, അങ്ങനെയൊന്നും കാണിച്ചുകൂടാ. ഞാൻ സാറാണ്. സാറിനോടൊക്കെ അങ്ങനെ കാണിച്ചു നോക്കിയാൽ ദൈവം കോപം കിട്ടും. വേണ്ട വേല വല്ല എന്തോടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുണുന്നങ്ങ് പറഞ്ഞാൽ മതിയാ. അയ്യോ, ഇതെന്തൊരു കുണുകുണുപ്പ് ഒറ്റയ്ക്ക് നിന്നിട്ട്. ഡേ, ഞാൻ മറ്റേത് വല്ല വിളിച്ച് പറയും. മാഷ് മറ്റേതെല്ലാം പറയൂ. മാഷാനൊന്നും ഞാൻ നോക്കത്തില്ല. എനിക്കറിയാം കായും മായും ഒക്കെ ചേർത്ത് പറയാം. നീ കായുമായും ചേർക്കുള്ളൂ. വള്ളിയും പുള്ളിയൊക്കെ ഞാനങ്ങ് ഇടും. ഇങ്ങോട്ട് കയറി നിൽക്ക്. ക്ലിയർ ആയിട്ട് ചെയ്യും. വെറൈറ്റി ഇനി വരും. അതായത് ഈ ദൂരത്തുനിന്ന് വരുന്ന ഹെലികോപ്റ്റർ ഒരു കടലിലേക്ക് കയറുമ്പോൾ ഒരു സംഭവം. തൊട്ട് താഴെ കടലാണെന്നും മുകളിൽ ഹെലികോപ്റ്റർ ആണെന്നും മാഷിന് മനസ്സിലാവും. അത് വെറൈറ്റി. ഓടി വന്ന് കടലിൽ കയറും. ശ്രദ്ധിച്ചു. തൊട്ട് താഴെ കടല്, മുകളിൽ ഹെലികോപ്റ്റർ. അത് ദൂരത്തുനിന്ന് വരാൻ പോവുക. ഇങ്ങോട്ട് കൊണ്ട് വെക്കണ്ട. എടേ, ഒന്ന് കേക്കാനാടേ. അവിടെ നിന്നാ മതി, കേക്കാം. ശരി. അയ്യോ, ഇതെന്തോന്ന് പാടിത്? സാറാണെന്നുള്ള ഒരു ദൂരത്തുനിന്ന് ഇവിടെ കടലിലോട്ട് കയറുന്നത് ഞാൻ കേട്ടില്ല. അതുകൊണ്ടാ. കടലിൽ കയറാൻ പോവല്ലേ? പിന്നെ അത് ചെയ്യ്. അതിന് മുമ്പ് കയറി പിടിക്കുന്ന എന്തിന്? ഇത് കൊണ്ട് നെഞ്ചത്തെ ഞാൻ കയറ്റി തരും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ അധ്യാപകന്റെ കൂമ്പിന് തന്നെ നീ ആദ്യം കയറ്റണം. നീ ചെയ്. കടലിൽ കയറാൻ പോകാൻ മിണ്ടരുത്. താഴെ കണല്. നീ ഒരുപാടങ്ങ് വിരിഞ്ഞല്ലടാ സ്വന്തമായിട്ടൊക്കെ. ഇതാണടാ വെറൈറ്റി. ഒരു അധ്യാപകൻ ചോദിച്ച ഉടനെ അധ്യാപകനെ കളിയാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? താഴെ കണല്. നീ ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ പോകുന്ന സംഭവം കണ്ടിട്ടുണ്ടോ? എന്നാ കണ്ടോ, കാണിച്ചു തരാം. നീ കണ്ടോ? താഴെ കണല്. ഗുഹ. എന്താടാ, ഈ ട്രെയിൻ ഗുഹയ്ക്കകത്തൂടെ അല്ല, വേറെ പലതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കയറ്റി ഇറക്കും. നിനക്ക് നീ സാറിനിട്ട് പണിയാൻ നിൽക്കല്ലേ കേട്ടാ. നീ വേറെ എന്തെങ്കിലും ഉണ്ടായി ചെയ്തിട്ട് പോ. രജനീകാന്തിനെ പഠിക്കാൻ വളരെ ഈസിയാണ്. ഒരാൾ നടന്നു വരുമ്പോൾ ദേ ചാണകമുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ കറക്റ്റ് രജനീകാന്ത് ആയിട്ട് മാറും. ഇത്രേ ഉള്ളൂ. പിന്നെ അത് വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി. അത് വളരെ ഈസിയാണ്. ഒരാൾ നടന്നു വരുമ്പോൾ നമ്മൾ നല്ല കോട്ടൺ സൂട്ടൊക്കെ ഇല്ലെങ്കിൽ നല്ല ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ദേ ചാണകത്തിൽ ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പ്രൈം നസീർ. ഒരു വട്ടം ചാണകം പഠിക്കുക. അത്രേ ഉള്ളൂ. അയ്യോ, ചാണകത്തിൽ ചവിട്ടി. ചാണകത്തിലൊക്കെ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖം ഇതുപോലെ ആവും. അപ്പോൾ കറക്റ്റ് പ്രേം നസീറിനെ പഠിക്കാം.
ഒരു ഇല്ല ചാണകം കൊണ്ട് ഫ്രണ്ടിലിടുക, ചവിട്ടുക. പ്രിയമുള്ള എൻ്റെ നാട്ടുകാർ, എന്തായാലും ചാണകത്തിൽ ചവിട്ടി. ഇനി ഇത് ആരെങ്കിലുമൊക്കെ വിളിച്ച് നിളക്കാനായിട്ട് ശ്രമിക്കും, പുള്ളിയുടെ വേറൊരു ആക്ഷനും കൂടെ കിട്ടും. ആരും വരില്ല, ചാണക കേസല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഈ ഷൂവിൽ പറ്റിയിരിക്കുന്ന ചാണകം തട്ടി തെറിപ്പിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഡാൻസ് ആവും. അങ്ങനെയാണ് പുള്ളി ഡാൻസിലേക്ക് കടന്നത്. ആരും വരില്ലല്ലേ,